തന്നെ ഉമ്മാന്റെ റൂമിലാണ് ഓൾ പ്രസവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഉള്ളത്തെ ആൾമറി തന്നെ ഇമ്മ അങ്ങനെ ചാവിയൊന്നും വല്ലാതെ എടുത്തേക്കൂല, അവിടെയും പടിയൊക്കെ വിചാരം. അപ്പൊ കുറച്ച് പൈസയും മുടിയാളീച്ചലിന്റെ അന്ന് പോയ വളയും വെറുക് വരിയില് അതാണ് ഒരു പായിന്റെ ഉള്ളിലാക്കിയാണ്ട് പേസിലാക്കിയാണ്ട് വെച്ചേക്ക. ഞങ്ങൾക്ക് സംശയം തോന്നിയാണ് ഞങ്ങൾ വെറുകരിന്ന് എപ്പോഴും ഇങ്ങനെ പോണും വരുന്നും കാണാം. വിറകെടുക്കാനും അതേമാതിരി തേങ്ങയൊക്കെ ഒന്നായിട്ട് പൊളിച്ചെക്കും. വെറുകരിക്ക് ആരും പോകാനായിക്കൂല. ഞാൻ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ നിങ്ങളെ ഒരു ഓഡിയോ കേൾപ്പിക്കും. നമ്മുടെ സൊസൈറ്റീനെ ഗൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് പറയാൻ ഞാൻ വലിയ പുണ്യാളനൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളത് മാത്രം. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. എന്ന് എൻ്റെ സംഭവിച്ചതാണത്. വാർപ്പേരുത്തി മുടിയാളീച്ചലിന്റെ അന്നൊരു വള പോയിനു, കുട്ടിന്റെ ഉറക്കി കിടത്തിയപ്പോ കാണാനില്ലാതായിനു. ഇവിടെ തന്നെയാണ് പൊയ്ക്കുണ്ട്. അന്ന് പിന്നെ തോന ആള് കൂടിയതല്ലേ, അപ്പൊ പിന്നെ തോന ആള് കൂടിയപ്പോ നമ്മള് വാർപ്പേരുത്തിനെ ഒരിക്കലും സംശയിച്ചില്ല. പിന്നെ രണ്ടാമത് ഇപ്പൊ ഇന്നലെ എൻ്റെ അമ്മ സൽക്കാരത്തിന് പോകാൻ വേണ്ടി മൂതര ഇടാൻ വേണ്ടി നോക്കുമ്പോ രണ്ട് മൂതരം ഒപ്പം വെച്ചേനു. ആ രണ്ട് മൂതരത്തില് ഒരു മൂതരം കാണാനില്ല. അപ്പൊ ഞങ്ങൾക്കൊരു സംശയമായി. പെരൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെയും മൂതരം പോയി. അതുപോലെ ഇപ്പോഴാണൊക്കെ അറിയുന്നത്, ഉമ്മാന്റെ കുറച്ച് കുറി കിട്ടിയ പൈസ ഉണ്ടായിരുന്നു, 60,000 റുപ്യ. ആ പൈസ പിന്നെ ഉമ്മ ആൾമറിയില് അത് കിടക്കണ അഞ്ചത്തിയും കിടക്കണ റൂമിൽ തന്നെയാണ്. ഉമ്മാന്റെ റൂമിലാണ് ഓൾ പ്രസവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഉള്ളത്തെ ആൾമറി തന്നെ ഇമ്മ അങ്ങനെ ചാവിയൊന്നും വല്ലാതെ എടുത്തേക്കൂല, അവിടെയും പടിയൊക്കെ വിചാരം. അപ്പൊ കുറച്ച് പൈസയും മുടിയാളീച്ചലിന്റെ അന്ന് പോയ വളയും വെറുക് വരിയില് അതാണ് ഒരു പായിന്റെ ഉള്ളിലാക്കിയാണ്ട് പേസിലാക്കിയാണ്ട് വെച്ചേക്ക. ഞങ്ങൾക്ക് സംശയം തോന്നിയാണ് ഞങ്ങൾ വെറുകരിന്ന് എപ്പോഴും ഇങ്ങനെ പോണും വരുന്നും കാണാം. വിറകെടുക്കാനും അതേമാതിരി തേങ്ങയൊക്കെ ഒന്നായിട്ട് പൊളിച്ചെക്കും. വെറുകരിക്ക് ആരും പോകാനായിക്കൂല. 37 തന്നെ എല്ലാതും ചെയ്യുക. അപ്പൊ നമുക്ക് അപ്പോഴൊന്നും സംശയമില്ല, മൂതരം കൂടി പോയപ്പോ സംശയമായി. ഏതായാലും ഇന്ന് കുട്ടീനെ സുന്നത്തയച്ചുകൊണ്ട് അതിന് പോയപ്പോൾ അതിനെയും കൊണ്ടുപോയി. നിങ്ങളും പോരി പറഞ്ഞാണ്. അത് പോയാലും ഞാനും എൻ്റെ നാത്തൂനും തെരഞ്ഞപ്പോൾ വളയും 5,400 റുപ്യയും ഒരു പേസിലാക്കി, ചെറിയൊരു പേസിലാക്കി. പേസല്ല, നമ്മൾ ജ്വല്ലറിന്ന് ഇട്ടൂല ഒരു കവറ്, രണ്ട് ഭാഗം ഇങ്ങനെ വലിച്ചണ നൂലുള്ള കവറ്. ആ കവറിൽ ഇട്ടുകാണ്ട് പായിന്റെ ഉള്ളിൽ വെച്ചേക്ക. പായിന്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടിയപ്പോ ഞങ്ങക്ക് സംശയം ഉറപ്പിച്ചു. ഞങ്ങള് മൂതരും അതിൻ്റെ ഇരുന്ന കിട്ടി. പിന്നെ പോലീസ് വന്നു. ഏതായാലും നാട്ടുകാരൊക്കെ കൂടി. നാട്ടുകാർ ഒരു ചെക്കൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല, വല്ലാഹി ഞങ്ങൾ പറഞ്ഞു തരി, ആ മൂതരം കൂടി തരികയാണ്ട്. ഏതായാലും ആ മൂതരം അത് എടുത്തന്നു സ്റ്റോർ റൂമിൽ നിന്ന്. ഏതായാലും വാർപ്പേരത്തിനെ നിർത്തണോലെ നല്ലോണം ശ്രദ്ധിച്ചോളി. വാർപ്പേരത്തിനൊന്നും ഒരിക്കലും ആരും ഈ കോലത്തിലുള്ള വാർപ്പേരത്തികളെ നിർത്തരുത്, നമുക്ക് അറിയാനും കഴിയില്ല. സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതായത് ഒരു വീട്ടില് സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീനെ നിർത്തും. ഇത് നമ്മളെ നിത്യമായിട്ട് നമ്മളെ ഈ ഒരു സൊസൈറ്റിയിലുള്ള ഒരു ഇതാണത്. പക്ഷേ അതൊരു കെയറിങ്ങിന് വേണ്ടി ഇപ്പം കുറച്ചും കൂടെ ഹോം കെയറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യത്തിൽ എനിക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എപ്പോഴും ഒന്നിക്ക് ഏതെങ്കിലും ഒരു കമ്പനി ബേസിൽ നിന്ന് ഉള്ള ആളുകളിൽ നിന്നായിരിക്കണം ഇത്തരം ആളുകളെ പാർപ്പേർത്തിയായിട്ടൊക്കെ നിർത്തുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആളുകൾ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോഴേ, ഒരിക്കലും നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ മുന്നേ എവിടെയെങ്കിലും നിന്ന് പരിചയമുള്ള ആളുകളെ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം ഇത്തരം പാർപ്പേർത്തിയായിട്ട്. അപ്പോൾ പിന്നെ മറ്റൊന്ന്, നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഇവരുമായിട്ട് മുന്നേ നിന്ന വീടുകളും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ആ ഒരു വിധത്തിലായിരിക്കണം ഇത്തരം ആളുകളെ നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ വീട്ടിൽ നിന്ന് സ്വർണം കട്ടെടുത്തതാണ് ആ സ്ത്രീ. അപ്പം ഈ ഒരു വിഷയത്തിൽ പിന്നെ മറ്റൊരു കാര്യം, ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ഇത്തരം ഹോം മെയ്ഡുകളും പാർപ്പേർത്തിമാരും അതുകൊണ്ട് അവരെ നമുക്ക്, കാരണം ഒരാളെ വിശ്വാസ്യതൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം മറ്റെവിടെയെങ്കിലും നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോയ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മളെ സൊസൈറ്റിയിലുള്ള പ്രധാനമായിട്ട് പലയിടങ്ങളിലും സംഭവിക്കാറുണ്ട്.
ഈ ഹോം മെയ്ഡിലേക്ക് എല്ലാവരും ഈ ഹോം സർവീസിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പാവപ്പെട്ട. അവരൊക്കെ അത് ഒരുപാട് ബാധിക്കും ചെയ്യും. അപ്പം നമുക്ക് പാടെ ഒറ്റയടിക്ക് ഈ ഹോം മെയ്ഡായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനെന്താ പറയുക, പാർപ്പേത്തി എന്നല്ല പറയാം, നമ്മളെ മലപ്പുറം ശൈലി ഭാഷയിൽ പാർപ്പേത്തി. അപ്പം അങ്ങനെ ഒറ്റയടിക്ക് ഒഴിവാക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം ഇതേപോലെ മോഷണ സ്വഭാവമുള്ളവരും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു 3 വീട് ഈ സ്ത്രീ മുന്നേ നിന്നിരുന്ന ഒരു 3 വീട് ബാക്കിലൊക്കെ അവരോട് ചോദിക്കുക, അവർക്ക് എവിടുന്ന നമ്പർ കിട്ടി. അതായത് ഇപ്പോൾ നമ്മളൊരു പാർപ്പേരത്തിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് ചോദിക്കുക. നമ്മൾ ഒറ്റയടിക്ക് ചിലപ്പോൾ ആളില്ലാത്ത സമയത്ത് കിട്ടുന്ന ആളെ പോയിട്ട് എടുക്കരുത്. നമ്മളൊരു പാർപ്പേരത്തിനോട് ചോദിക്കുക, പാർപ്പേരത്തി നിങ്ങൾ എവിടെ നിന്നീന്ന് ചോദിച്ചാൽ അവരെ വീട്ടുകാരെ നമ്പർ വാങ്ങാം. ആ വീട്ടുകാരോട് ചോദിക്കുക. ചില ആളുകൾ നമ്പർ തരൂല, അപ്പം എന്താണ് കള്ളത്തരം ഉണ്ട് എന്നാണ് അർത്ഥം. ചിലവരോട് ചോദിക്കുക, പാർപ്പേരത്തിനോട് നിങ്ങൾ മുന്നേ നിന്നിരുന്ന വീട്ടിൻ്റെ അവർ നമ്പർ തരുമോ ചോദിക്കുക. അപ്പം അവർ നമ്പർ തരുന്നുണ്ടെങ്കിൽ തരികയാണെങ്കിൽ ചോദിക്കുക, ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവർ ആ പാർപ്പേരത്തി മുൻപ് നിന്ന വീട്ടിലെ നമ്പർ തരുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം, അവൾ കുറച്ചൊക്കെ വിശ്വാസയോഗ്യമായിട്ടുള്ള ആളാണ്. ഇനി നമുക്കൊരു സംശയം, നമുക്ക് മറ്റാരെങ്കിലും റെഫർ ചെയ്തെന്ന ഒരാളാണെങ്കിൽ ആ ഫാമിലിയിൽ നിന്നിട്ട് ഉള്ള ആ ഫാമിലിത്തെ ഒരാൾ നമ്പർ വെച്ചിട്ട് അഭിപ്രായം ചോദിക്കുക. അവരോട് ചോദിക്കുക മുന്നേ എവിടെ അവർ നിന്നിരുന്നത് എന്ന്. അപ്പോൾ അവർക്ക് അറിയായിരിക്കും. ഈ പാർപ്പേരത്തിനോട് തന്നെ ചോദിക്കേണ്ട ആ കേസസിൽ. അപ്പോൾ അവർ പറയുന്നത്, അപ്പോൾ ഒരു 3 ആളെ റിവ്യൂ എടുത്താൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പിന്നെ ഇവരെ കാര്യം പാവാണ്, സംഭവമൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റൊരു വിഷയം എന്താ പറയുക, ഈ പാർപ്പേരത്തി, മുടി കളച്ചിൽ, ഇങ്ങനത്തെ പല മാമൂലുകളിലുള്ള, പ്രത്യേകിച്ച് മുസ്ലിംസിലും ഇങ്ങനെയുണ്ട്. അതേപോലെ എല്ലാ മതങ്ങളിലും അതിൻ്റെ ആചാരങ്ങളുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെ നടക്കണം. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ ഒരു പണക്കാരനാണെങ്കിൽ അവന് പണം കൊണ്ടുപോയി വാരി ചുരുങ്ങിയെറിയും. കുട്ടീനെ കണ്ട പൈസ, പിന്നെ മറ്റേ ഇതിൻ്റെ പൈസ, അങ്ങനെ ഒരുപാട് പണങ്ങളായിരിക്കും ഇവർക്ക്. സംഭവം ഓക്കെ, നമ്മളൊരു സന്തോഷത്തിനാണ് കൊടുക്കേണ്ടത്, ഓക്കെ. പക്ഷെ ചില പാർപ്പേരത്തികൾ ഏറ്റവും മോശം സ്വഭാവം, ചോദിച്ചു വാങ്ങും, എനിക്ക് അത്ര വേണം, ഇത്ര വേണം, അങ്ങനെ. അപ്പം എന്ത് പറയും, ഈ പണക്കാരെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് തോന്നുന്ന പൈസ കൊടുക്കും. പിന്നെ ഈ സ്ത്രീ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ഫാമിലിയിൽ വരുമ്പോഴും അവരനുഭവിക്കുന്ന ഒരു പ്രയാസം ഭയങ്കരം തന്നെയാണ്. അതിപ്പോൾ മുടിയളച്ചിലിൻ്റെ കാര്യമാണെങ്കിലും അത് ഹക്കീക്കത്ത് ഇറക്കുന്ന കാര്യമാണെങ്കിലും അത്തരത്തിൽ പല വിഷയങ്ങളിലും നമ്മൾ വലിയ ഹയർ ഫാമിലീസ് എപ്പോഴും നിങ്ങളെടുത്ത് ഒരുപാട് പണം ഉണ്ട് വെച്ചിട്ട് തോന്നുന്ന നിലയിൽ ഇത്തരം നമ്മളെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന സമയത്ത് ഇടത്തരക്കാരും താഴേക്കിടയുള്ള മനുഷ്യരും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അത് അവരെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നെ വിചാരിക്കും, എൻ്റെ പണം, എനിക്ക് ഒരുപാട് പണമുണ്ട്, എനിക്ക് എന്തും ഞാൻ ചെയ്യാന്ന്. അങ്ങനെയല്ല. ഈ ഒരു പണം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, ഈ പണത്തിനെ കുറിച്ച് ഇതിൻ്റെ ഒരു പണത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് പറഞ്ഞൊരു ഇതെന്താ അറിയോ, പണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതാണ് പണം. അവിടെ നമ്മൾ അനാവശ്യങ്ങൾ അതായത് പണത്തിൻ്റെ നിർവചനമാണ് കേട്ടോ. വാട്ട് ഈസ് മണി എന്നുള്ളതിൻ്റെ നിർവചനമാണ്. നമ്മളെ ആവശ്യം എന്താണോ നിർവഹിക്കുന്നത് അതാണ് പണം. വാക്കർ എന്നാണ് ആ ശാസ്ത്രജ്ഞൻ്റെ പേര്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെ അനാവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പണം എന്ന് അവിടെ നിർവചനമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നിർവചനം ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ താഴേക്കിടയിലുള്ള ആളുകളും സൊസൈറ്റിയിലുള്ള പല ആളുകളും ഇതിന് അഡിക്റ്റായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇതേപോലെ തന്നെ വിവാഹത്തിൻ്റെ സമയത്തും ഒരുപാട് നമ്മൾ ആവശ്യമില്ലാത്ത ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ ഓക്കെ, അതല്ലാതെ മറ്റൊരാളിലേക്ക് ഷോ ഓഫ് കാണിക്കാനും ഇതിനൊരു വലിയ ക്രൗഡായിട്ട് കാണിക്കാനൊക്കെ വിവാഹത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് തോന്നിവാസങ്ങൾ കാണിക്കാറുണ്ട്. അത് എല്ലാ മതസ്ഥിലും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്താ പറയുക, എല്ലാവരും പറയാറുണ്ട് സാധാരണ മഹല്ല് കർശനമായിട്ട്, മഹല്ലിലൊക്കെ ഉപരി മഹല്ല് അതിൻ്റെതായ ഒരു മോറൽ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലൊരു സൊസൈറ്റിയിലെ വിഷയത്തിന് ഒരു മഹല്ലിനൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ ലിമിറ്റേഷൻസുകളുണ്ട്. സാധാരണ പുതിയാപ്പിള കല്യാണം ഇറങ്ങുമ്പോൾ ട്രക്കിൽ പുതിയാപ്പിള ഇറങ്ങിയിട്ടും
അല്ലെങ്കിൽ JCBയിൽ പുതിയാപ്പള പോയിട്ടും ഇത്തരത്തിൽ വളരെ തോന്നിയാസപരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയായി നമ്മൾ മാറരുത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധ കേരളം വളരെ മോശമാണതൊക്കെ. ആ ഒരു സംഭവം പിന്നീട് മറ്റൊരു സൊസൈറ്റിയിലേക്ക്, മറ്റൊരു ഫാമിലിയിലേക്ക് വരുമ്പോൾ അവരും ഇതുപോലെ കാണിച്ചു കൂട്ടുകയാണ്. നമ്മൾ എല്ലാത്തിനും ഒരു നിയന്ത്രിതമായിട്ട് നമ്മൾ എന്തുകൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു സംസ്ഥാനമല്ലേ. എന്തിനാണ് നമ്മളെ വിദ്യാഭ്യാസത്തിനെയും എഡ്യൂക്കേഷൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മൾ ഇത്ര ഇതാക്കി കാണിക്കുന്നത്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും യൂറോപ്യൻസിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. യൂറോപ്യൻസൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അവരൊക്കെ നല്ല ബോധമുള്ളവരായി മാറിയിട്ടുണ്ട്. നമ്മൾ ആണ് ഇന്ന് തല തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്നും ഇപ്പം ഈ ലോവർ ഫാമിലിയും മിഡിൽ ക്ലാസ് ഫാമിലിയും അത് അവരങ്ങനെ ചെയ്തുകൊണ്ട് വലിയ ഫാമിലി വലിയ പണക്കാരങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാന്നുള്ളതിലേക്കും നമ്മൾ പോകരുത്. അവിടെ നമ്മൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഞാൻ ഇന്നതാണ്, ഞാൻ ഇങ്ങനെയായിരിക്കും, എനിക്ക് ഇങ്ങനെ കഴിയുള്ളൂ. ആ ഒരു ഉറച്ച നിലപാടിൽ ഇതാവണം. അല്ലാതെ മറ്റൊരാൾക്കും വേണ്ടിയിട്ട് ഇതൊക്കെയാണ് തറവാടിത്തമായിട്ട് ആളുകൾ കാണുന്നത് ഇപ്പോഴത്തെ സൊസൈറ്റീൻ്റെതാ. മുൻപൊക്കെ തറവാടിത്തം എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പം മതഗ്രന്ഥങ്ങൾ ഓതുന്നവരാണെങ്കിൽ അതൊരു തറവാടിത്തത്തിൻ്റെ ലക്ഷണമായിരുന്നു. മതത്തിലെ പുസ്തകങ്ങളിലെ കുറേ ഭാഗങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് തറവാടിത്തമായിരുന്നു. മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അത് തറവാടിത്തമായിരുന്നു പഴയ കാലത്തൊക്കെ. പക്ഷേ ഇന്ന് തറവാടിത്തം എന്ന് പറയുന്നത് നമ്മളെടുത്തുള്ള വലിയ വമ്പ് കാണിക്കലും പണത്തിൻ്റെ ക്രൗഡ് കാണിക്കലും ഇതൊക്കെയാണ് തറവാടിത്തം. ഇത് കണ്ടിട്ട് മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഇല്ലാത്ത പണം കടം വാങ്ങിയിട്ട് ജീവിതം പിന്നീട് പിന്നെ എന്താ പരിപാടി അറിയോ? പിന്നെ അവർ നേരെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താ അറിയോ? നേരെ ആ കടം വീട്ടുന്ന പരിപാടിയാണ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത്. ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ഡൗറി, സ്ത്രീധനം നിരോധിച്ചേക്കണമെന്ന്. സ്ത്രീധനം നിരോധിച്ച് ഒക്കെ ഇതാവുമ്പോൾ ഇത് എന്തിനാണ്? ഒരു സ്ത്രീയുടെ ധനം, സ്ത്രീയുടെ സ്വത്ത് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്ത്രീ അച്ഛൻ അനുഭവിക്കുന്ന പ്രയാസമുണ്ട്. ആ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ഒരു അച്ഛൻ അനുഭവിക്കുന്ന പ്രയാസം, ഇല്ലാത്ത പണം വാങ്ങി കടം വാങ്ങി ആ പയ്യൻ്റെ കല്യാണം കഴിക്കുന്ന പയ്യന് അത് കൊടുത്തിട്ട് അങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലത്ത്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി എന്ന് പറയുമ്പോഴും വലിയ ബാധ്യതകൾ ഉണ്ടാക്കണം മറ്റൊരാൾക്കും വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യം ബുർജ് ഖലീഫ കേക്കും അതേപോലെ വലിയ പിന്നെ എന്താ പറയുക അത്തരത്തിൽ വലിയ മിഠായി, ലക്ഷക്കണക്കിന് രൂപക്കാണ് മിഠായി കൊണ്ടുപോകുന്നത്. ലക്ഷക്കണക്കിന് റുപ്യൻ്റെ ഫോണ്, നിക്കാഹും പാടി കഴിയാത്തൊരു സ്റ്റേജിലാട്ടോ. ഇത് എല്ലാ മതത്തിലും പല മതങ്ങളിലൊക്കെ ഉണ്ട്. പ്രത്യേക റിലീജിയനതായിട്ട് പറയല്ല. അപ്പം ഇതൊക്കെ ഒന്ന് മാറണം. സൊസൈറ്റി കുറച്ചും കൂടെ പക്വതയോടെ നീങ്ങേണ്ട സാഹചര്യം ആയിട്ടുണ്ട്. നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ കുറേയൊക്കെ പാഠം പഠിച്ചു. നോട്ട് നിരോധിച്ചപ്പോൾ നമ്മളെന്തായി? നമ്മൾ വീണ്ടും കുറേയൊക്കെ ഒതുങ്ങി ജീവിക്കാൻ പഠിച്ചു. ഓരോ വീട്ടിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ നോട്ട് നിരോധനത്തിന് ശേഷം ഓരോ വീട്ടിലും കല്യാണത്തിന് ഒരു തരം ബിരിയാണി ആണെങ്കിൽ ഈ കൊറോണ എൻ്റെ മുന്നിൽ അതേപോലെ ഇതിൻ്റെയൊക്കെ ഈ നോട്ട് നിരോധനത്തിൻ്റെ ശേഷം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ബിരിയാണി ആയിരുന്നു. ഇന്ന് അത് വീണ്ടും 10 ഐറ്റംസുകളായി. ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ പണത്തിൻ്റെ ക്രൗഡ് കാണിക്കുമ്പോൾ നിവൃത്തികേട് കൊണ്ട് മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഇതിന് അടിമപ്പെട്ടു പോകേണ്ട അവസ്ഥ വരികയാണ്. ഇതൊക്കെയാണ് തറവാടിത്തമെന്നും ഇതൊക്കെയാണ് നമ്മളെ നിലവാരമെന്നും ഇതൊക്കെയാണ് നമ്മളെ തറവാടിത്തം അളക്കുന്നതിൻ്റെ സാഹചര്യം എന്നൊക്കെ നമ്മളെ ഈ ഒരു സൊസൈറ്റി പഠിപ്പിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാവും ഞങ്ങളെടുത്ത് പണമുണ്ട്, അതിന് ചോദിക്കാൻ ആരാന്ന്. അതിന് ഈ ഒരു സൊസൈറ്റിയിലുള്ള ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അത് തന്നെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, നമ്മളൊക്കെ ഇത്രയും ബുദ്ധിയുള്ള വകതിരിവുള്ള പക്വതയുള്ള മലയാളികളെ തന്നെയാണ് നമ്മൾ മോശക്കാരാക്കുന്നത്. എന്നോടൊക്കെ നിങ്ങൾ അങ്ങനെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് ഇത്തരം ഒരു ചില പിന്നെ ഇത്തരം പാർപ്പരത്തികൾ വീട്ടിൽ വരുമ്പോൾ കള്ളത്തരങ്ങൾ നടക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ക്രൗഡിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന വിധത്തിൽ പണം ചെലവഴിച്ച്
ഇപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില ഇടങ്ങളിൽ തോന്നുന്ന മാതിരിയൊക്കെ പണം കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടാവും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരിക്കും. അവിടെ അതിൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സ്ത്രീ അവിടെ മോഷണം നടത്തുന്നു. ഏതായാലും സൊസൈറ്റിയൊക്കെ ഒരുപാട് ഇനി മാറണം. ഒഴുക്കിനകത്ത് നീങ്ങുന്ന ചണ്ടികളായി നമ്മൾ മാറരുത്. നമ്മൾ നമ്മളതായ ഒരു സ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വീക്ഷിക്കാനും ചിന്തിക്കാനുള്ള പക്വതയിലേക്ക് സൊസൈറ്റി മാറണം. നമ്മൾ ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോഴേ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഒരു ഫോണാണെങ്കിൽ അതിൻ്റെ ന്യൂ ജനറേഷന് വരുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൂടും. കുറച്ചുകൂടെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മുൻ ജനറേഷനിൽ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസുകളൊക്കെ കവർ ചെയ്തിട്ട് അപ്ഡേഷൻസ് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ മനുഷ്യരെ മാത്രം പ്രശ്നം എന്താ അറിയോ, ന്യൂ ജനറേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും മോശം ഇതിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ജനറേഷനിലുള്ള ഒരു കല്യാണമാണെങ്കിൽ അവന് പാൻറ് ഇട്ടിട്ടാണെങ്കിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അടുത്ത ജനറേഷനിൽ വരുമ്പോൾ കീറിയ പാൻറ് ഇട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി ഒരുപാട് മാറണം. ഞാനിത് പറയാൻ ആരുമല്ല, പക്ഷേ എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സൊസൈറ്റിയോട് ഇത് പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.